തികച്ചും അന്യായമായ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന പരമാധികാര രാഷ്ട്രത്തിന് നേരെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായ രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾ തുടങ്ങിയിട്ട് മാസം 1 കഴിഞ്ഞു. തുച്ഛമായ 3 ദിവസങ്ങൾ കൊണ്ട് ഇറാനെ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ ഭരണാധികാരി ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ ദിവസം 3 അല്ല 6 അല്ല 9 അല്ല, മാസവും കഴിഞ്ഞ് 2ാമത്തെ മാസത്തിലേക്ക് യുദ്ധം കടന്നിരിക്കുകയാണ്. ഇറാനിലെ മിസൈലിൻ്റെ വലിയ ശേഖരം ഞങ്ങൾ തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങളുടെ മിസൈൽ ഡമ്മി കേന്ദ്രങ്ങളെയാണ് അമേരിക്ക തകർത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇനി വർഷങ്ങളോളം യുദ്ധം ചെയ്യാനുള്ള മിസൈലുകളും അനുബന്ധ ലോഞ്ചറുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളും ഒക്കെയുണ്ട്. ധീരമായി ചെറുത്തു നിൽക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ്. ആ സമയത്താണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് മൂപ്പൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്, ഒരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. 24 മണിക്കൂർ കൊണ്ട് ഹോർമുസ് കടൽ വിട്ടുപോയില്ലെങ്കിൽ, അതിൻ്റെ നിയന്ത്രണം വിട്ടുകൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നരകതുല്യമായ യാതനകൾ അനുഭവിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. നാളെ ഒരു ദിവസവും കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ മുന്നറിയിപ്പിൻ്റെ സമയം കഴിയും. ഇറാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഹോർമൂസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വരൂ, നിങ്ങൾക്ക് ഞങ്ങൾ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്, അത് നമുക്ക് കാണാമെന്നാണ്. ഏതായിരുന്നാലും യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ കൂടുതൽ ശക്തമാകുന്ന തരത്തിലേക്ക് മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കേവലം ഇറാനെയോ ഇസ്രായേലിനെയോ അമേരിക്കയെയോ ബാധിക്കുന്ന ഒരു യുദ്ധമല്ല. ഇത് പശ്ചിമേഷ്യയിലെ എല്ലാ രാഷ്ട്രങ്ങളെയും ബാധിക്കും, യൂറോപ്യൻ രാഷ്ട്രങ്ങളെ ബാധിക്കും, സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കും. പല ആളുകളും പണ്ടൊക്കെ പറയാറുണ്ട്, യുദ്ധമൊക്കെ അവിടെ നടന്നോട്ടെ, നമുക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ഈ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കേരളത്തിലെ വളരെ പ്രബലമായ ഒരു കോളേജിലെ ക്യാൻറ്റീൻ നടത്തുന്ന ആ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, എല്ലാവർക്കും സൗജന്യ ഭക്ഷണമൊക്കെ കൊടുത്ത് കുട്ടികളൊക്കെ സന്തോഷത്തിൽ ഭക്ഷണം കഴിച്ച് പോകുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കാതെ ക്യാൻറ്റീൻ അടച്ചിട്ടതിൻ്റെ പേരിൽ മറ്റു മാർഗങ്ങളില്ലാതെ ഈ ഒരു ഗ്യാസിൻ്റെ ലഭ്യത കുറഞ്ഞത് കൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത്, ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകണം, ബാങ്കിൻ്റെ ലോണുകൾ എങ്ങനെ അടക്കണം എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റോർ റൂമിൽ കയറി ആത്മഹത്യ ചെയ്ത വാർത്ത വായിക്കാനിടയുണ്ടായി. ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാരൊക്കെ ഇപ്പൊ ഗ്യാസിന്റെ കുറ്റിക്ക് കാവല് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ആ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ മറ്റൊരു കുറ്റി ഗ്യാസ് എപ്പോഴാണ് കിട്ടുക, നമ്മൾ ഗതികെട്ടു പോവോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഗ്രാമാന്തരങ്ങളിലുള്ള സഹോദരിമാരും ഭാര്യമാരും വരെ മാറിക്കഴിഞ്ഞു. അപ്പൊ ഈ യുദ്ധം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തെയോ ഏതെങ്കിലും ഒരു ദേശത്തെയോ ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ ഏതെങ്കിലും തരത്തിലുള്ള വൻകിട ടീമുകളെയോ മാത്രമല്ല ബാധിക്കുന്നത്, അടിസ്ഥാന വിഭാഗത്തിലെ സമൂഹത്തെ തന്നെ ബാധിക്കുന്ന ഒരു സാമൂഹിക വിപത്തായി യുദ്ധം മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ലോകരാജ്യങ്ങളായ റഷ്യയും ചൈനയും ഈജിപ്തും തുർക്കിയും സ്പെയിനും ജർമ്മനിയും അതോടൊപ്പം തന്നെ അറബ് രാഷ്ട്രങ്ങളൊക്കെ ഈ യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം നടത്തുകയും അമേരിക്കയുടെ മേൽ യുദ്ധം നിർത്താനുള്ള സമ്മർദ്ദം ഉണ്ടാക്കുകയും അങ്ങനെ യുദ്ധത്തിനൊരു അറുതി വരുത്തുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ആദ്യ ദിവസം തന്നെ അവിടെ മിസൈൽ വർഷിച്ച് 180-ൽ പരം കുട്ടികളെയാണ് അമേരിക്ക നിഷ്ഠൂരമായി കൊന്നത്. അതുപോലെ അവിടെ ഒരുപാട് വയോജനങ്ങളെ, സ്ത്രീകളെ, കുട്ടികളെ, അബലകളായിട്ടുള്ള ആളുകളെയൊക്കെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാനിൽ. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ ആംനസ്റ്റി ശക്തമായ പ്രതിഷേധം ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുകയും
അതുകൊണ്ട് ഇത്തരത്തിലുള്ള കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇറാന്റെ നിലനിൽപ്പിന് വേണ്ടി ഇറാന്റെ യുദ്ധത്തിൽ അവരുടെ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് ഈ ശക്തമായ രാജ്യം എന്ന് പറയുന്ന അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഡ്രോണുകളെ അതോടൊപ്പം തന്നെ അവരുടെ അത്യാധുനിക സൗകര്യമുള്ള പോർ വിമാനങ്ങളെ പോലും തകർത്തിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടുവരുന്നു. അവർ പറയുന്നത് ഹോർമൂസിലേക്ക് നിങ്ങൾ വരൂ, ഞങ്ങൾ നിങ്ങൾക്ക് സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് എന്ന് അമേരിക്കൻ സേനയെ വെല്ലുവിളിച്ചുകൊണ്ട്, അമേരിക്കൻ ഭരണാധികാരിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ അത്തരത്തിലുള്ള ചില വലിയ തരത്തിലുള്ള തിരിച്ചുള്ള പ്രത്യാക്രമണങ്ങൾക്ക് വേണ്ടിയുള്ള കോപ്പ് കൂട്ടുകയാണ്. അതേസമയം തന്നെ ഇറാന്റെ ഭരണാധികാരികൾ വീണ്ടും പറയുന്നത്, നിങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൃതദേഹങ്ങൾ സ്രാവുകൾക്ക് ഭക്ഷണമാക്കും എന്ന തരത്തിലുള്ള കമന്റുകളും അഭിപ്രായങ്ങളും അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്, ഇതൊരിക്കലും ഞങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പശ്ചിമേഷ്യയിലെ അറബ് രാഷ്ട്രങ്ങളെ കൂടി ഈ ആണവ വികിരണം ബാധിക്കുകയും ഇതിന്റെ ഫലമായി ഒട്ടനേകം രോഗങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾ മാത്രമല്ല അവരും അനുഭവിക്കുമെന്ന മുന്നറിയിപ്പ് ഈ ലോകരാജ്യങ്ങളോടായി ഇറാൻ നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ യുദ്ധം വളരെ പ്രയാസത്തിലും സങ്കീർണതയിലും വളരെ ഉച്ചസ്ഥായിയായ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ധാർഷ്ട്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മറ്റു രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ്. നന്ദി, നമസ്കാരം, വാച്ച് ഫോർ, താങ്ക്സ്.